ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച വലിയ വലിയ കോളിളക്കങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത്. ഈ സീസൺ 7 തുടങ്ങിയത് തന്നെ 7ന്റെ പണിയുമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് 7ന്റെ പണി കിട്ടി അവസാനം അവർ ഒരു വഴിയായി. ആ ഒരു വഴിയായതിന്റെ പിന്നാലെയാണ് ചില പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ ചില ശീതയുദ്ധങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം കാരണം ചില പ്രശ്നങ്ങളും ചില തർക്കങ്ങളും ഒക്കെ നടന്നു. എന്നാലും എല്ലാവരും കാത്തിരുന്നത് ലാലേട്ടന്റെ ആ ഒരു വരവിനായിട്ടാണ്. ലാലേട്ടൻ ഇവരെ ചോദ്യം ചെയ്യണം. ഇവർ ചെയ്ത ഓരോ തെറ്റുകളും ലാലേട്ടൻ എടുത്തെടുത്ത് ചൂണ്ടിക്കാണിച്ചു പറയണം എന്ന് പ്രേക്ഷകർ കാത്തിരുന്നതാണ്. ആ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് മക്കളെ. നമ്മുടെ ബിഗ് ബോസില് ലാലേട്ടന്റെ ആ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് ആർക്കൊക്കെ ആയിരിക്കും ലാലേട്ടൻ 7ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. ലാലേട്ടന്റെ ആ ഒരു പ്രൊമോയിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ജിസേലിനും അനുമോൾക്കുമാണ് ഇന്ന് ഒരു 8ന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ജിസേലിന്. ഒരുപക്ഷെ ജിസേൽ അവിടുന്ന് പുറത്തു പോകാം, ജിസേലിന് എന്ത് വേണോ ഒരു തിരിച്ചടി കിട്ടാം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രൊമോ ഇത്രയേ ഉള്ളൂ. ലാലേട്ടൻ പറഞ്ഞത് ഈ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ, ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും ഐഷാഡോ ആണെങ്കിലും ഐലൈനർ ആണെങ്കിലും ക്രീം ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മത്സരാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം വാങ്ങിച്ചു കൊണ്ട് വന്നത്. പക്ഷേ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല. അവർ കളിച്ച് നേടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അവർക്ക് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനൊപ്പം നിൽക്കാനായിട്ടാണ് ലാലേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നത്. ആദ്യം ഈ മേക്കപ്പ് ചെയ്ത് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കെതിരെ CID പണിയുമായിട്ട് മുന്നോട്ട് പോവുക, അത് കഴിഞ്ഞിട്ട് അയാളെ തന്നെ കള്ളിയാക്കി ചിത്രീകരിക്കുക, പിന്നെ റാങ്കിങ് ടാസ്ക് മുഴുവൻ ഒരു റാങ്കും ഇല്ലാതെ പൊട്ടി പാളീസാവുക, അതോടുകൂടി മിഡ് വീക്ക് എവിക്ഷനിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. എന്തായാലും ഇതെല്ലാം ചോദിക്കും, ഇതിനെല്ലാത്തിനുമുള്ള ഒരു ഉത്തരവും നൽകുകയും ചെയ്യും. തല്ലും തലോടലും എന്തായാലും വേണ്ടി വരും. അത് മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഒരു റോബോ ഡോഗ് ലാലേട്ടനൊപ്പം ഉണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് ലാലേട്ടനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു റോബോ ഡോഗാണെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എത്തുന്ന റോബോ ഡോഗിന് വേണ്ടിയിട്ട് ഒരു പേര് കൂടി ലാലേട്ടൻ സജസ്റ്റ്, ഈ ഒരു പേര് കൂടി ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊമോ ആയിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഈ പ്രൊമോ വന്നതോടുകൂടി തന്നെ ആർക്കൊക്കെ 8ന്റെ പണി കിട്ടുമെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ജിസേലിന് ഉറപ്പായിട്ടും പണി കിട്ടും. കാരണം മേക്കപ്പിന്റെ കാര്യത്തിൽ കള്ളങ്ങൾ കാണിച്ചത് ജിസേലാണ്. പിന്നെ ജിസേലിന് പിന്നാലെ ഈ CID പണിയായിട്ട് പോയത് അനുമോളുമാണ്. അപ്പോൾ അനുവിനും പണി കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ അവസാനം അനുമോളിനെ ജിസേല് കള്ളിയാക്കിയത് കൊണ്ടാണ് ജിസേൽ അനുമോളും തമ്മിലുള്ള ഒരു വലിയൊരു വഴക്ക് ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത്. ആ ഒരു വഴക്കിന്റെ പിന്നാലെ തന്നെ ജിസേലിനെ അനുമോൾ അടിക്കുകയും പിന്നെ അതിന്റെ പേരിൽ വലിയൊരു കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. ജിസേല് ബിഗ് ബോസിനോട് പരാതി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഇവർക്കെതിരെയുള്ള ഒരു പണികളായിരിക്കും ഇന്ന് ബിഗ് ബോസിൽ ലാലേട്ടൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ അനുമോള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അനുമോള് ജിസേല് മേക്കപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് റൂൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രം ആ റൂള് ബ്രേക്ക് ചെയ്യുക, മറ്റുള്ളവരെല്ലാവരും റൂൾ അനുസരിക്കണം, അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഇപ്പോൾ റൂള് അനുസരിച്ച് പോവാതെ റൂൾ ബ്രേക്ക് ചെയ്തത് ജിസേലായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് അനുമോള് ജിസേലിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ അനുമോൾക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ജിസേലിന്റെ പിറകെ ആണുങ്ങൾ പിന്നാലെ നടക്കുമെന്നും ആണുങ്ങൾ മൊണ്ണയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്
അവരെക്കുറിച്ച് ആണുങ്ങളെക്കുറിച്ചും ജിസേലിനെ കുറിച്ചും ഒക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഇപ്പോൾ അനുവിനെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ച മത്സരാർത്ഥിയായിട്ട് ഉണ്ടായിരുന്ന സായി കൃഷ്ണയും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. പിന്നെ സായി കൃഷ്ണയും അനുവിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ലാലേട്ടൻ ചോദ്യം ചെയ്യണം, അനുവിന് ഒന്നെങ്കിൽ ഒരു യെല്ലോ കാർഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ സീക്രട്ട് ഏജന്റ് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകര് ഇതിനെതിരെ, അനുവിനെതിരെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കണം. പിന്നെ ഇത് എല്ലാവർക്കും, ആ ഹൗസിനുള്ളിലെ എല്ലാ മത്സരാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുകയും ഇതിനെതിരെ അനുവിന് ഒരു താക്കീത് നൽകണം എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ BB പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. പിന്നെ ജിസേല് ഈ ഒരു റൂള് ബ്രേക്ക് ചെയ്തു എന്ന് ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. അപ്പോൾ ജിസേല് അനുവിനെ മോശം വാക്കുകൾ ഉപയോഗിച്ചു, അതായത് ചീത്ത വിളിച്ചു എന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തെളിവ് സഹിതം ലാലേട്ടൻ അവരെ പൂട്ടണം. നല്ലൊരു പണി തന്നെ ഇന്ന് ലാലേട്ടനെ ഉറപ്പായിട്ടും കൊടുക്കും എന്നുള്ളത് ഈ ഒരു പ്രൊമോയിൽ തന്നെ മനസ്സിലാവുന്നതാണ്. ലാലേട്ടൻ കട്ടക്കലിപ്പിലാണ്. ഇനി ആർക്കൊക്കെ എന്തൊക്കെ പണികൾ കിട്ടും എന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.